അങ്ങനെ നമ്മൾ കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് വരണം മോനെ മുതലാളി ചങ്ക ചക്ക ചക്ക എന്നൊരു സാധനം. യാ മോനെ എന്താ കഥ, നമ്മൾ ഈ ഇടക്കഴി ഒരു കടപ്പുറത്ത് മാന്തളിന്റെ ചാകര വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും വേണ്ടി നമുക്ക് മാന്തളിന്റെ ചാകര ഒന്ന് പോയി കണ്ടാല എങ്ങനെയുണ്ട് നോക്കാം. ഇന്നലെ നല്ല ചാകര എത്ര, അപ്പൊ എന്തായാലും വേണ്ടില്ല ഇന്നത്തെ ചാകര എങ്ങനെയുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പൊ ഗൈസ് നമുക്ക് നേരെ കടപ്പുറത്തേക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മളിത് കടപ്പുറത്ത് എത്തിയിട്ട് നമ്മൾ എന്തായാലും വേണ്ട കടപ്പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ തീരത്തേക്ക് കടലിൻ്റെ ഓരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ചാകര ഉണ്ടാവും, കാരണം ഇത്രയധികം വണ്ടികളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്രയും വണ്ടികൾ ഉണ്ടാവുള്ളൂ. രണ്ട് സൈഡിലായിട്ട് വണ്ടികൾ അത്യാവശ്യം ഉണ്ട്. മീൻ എടുക്കണവരും മീൻ കൊണ്ടുപോകണവരും മീൻ മേടിച്ചവരൊക്കെ ഉണ്ട്. പല ലെവലിൽ ആപ്പുണ്ട്, അതുപോലെ ബൈക്കറുണ്ട്. അതാ ഒരാൾ ചുമട ഇറക്കിയിട്ട് പോണ്. കടലിൽ മീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇന്ത്യക്കാരൊക്കെ ഒരാളത് കൊണ്ടായിട്ട് പോണ്. അത് അപ്പുറത്ത് ലോഡറൊക്കെ ഉണ്ട്. എന്തായാലും പോലെ നമുക്ക് നേരെ നടക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കടപ്പുറത്തേക്ക് നീണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ വലിഞ്ഞ് കിടക്കണം, നല്ല വെയിലുണ്ട്. കടപ്പുറത്ത് നടന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു വൈബൻ്റെ ഉണ്ട്. കടപ്പുറത്തേക്ക് പോകാതെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. അവിടുത്തെ കടലും അതുപോലത്തെ ആ തൊഴിലാളികൾ, അതുപോലെ മൊത്തത്തിൽ ആ വഞ്ചികളൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് പ്രത്യേക സന്തോഷമാണ്, ഒരു സമാധാനമാണ്. എന്തായാലും വേണ്ട ചാകരട്ട് എന്നല്ല പറഞ്ഞത്. എന്നാലും മീൻ ഉണ്ടോ ഇല്ലെന്ന്. അതാ മീനൊക്കെ ഒരാൾ വരുന്നുണ്ട്, ഒരാൾ മീൻ എടുക്കാൻ വേണ്ടി പോണ്. ഞാൻ നടന്നുകൊണ്ടിരിക്കണ്ട, വലിഞ്ഞ് നടന്നുകൊണ്ടിരിക്കണം. നല്ല വെയിലുണ്ട്, നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. അത്യാവശ്യം പണിയുണ്ട് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇതുള്ളത്. നമ്മളെ ഫേസ് ഒക്കെ നല്ല വെയിലിൻ്റെ കടുപ്പം കൊണ്ടാണ് അത്. കടലിൻ്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മഴയത്തും വെയിലത്തും അവർ തളരില്ല. അതാണ് കടലിൻ്റെ മക്കൾ എന്ന് പറഞ്ഞത്. അതാ ഒരു ട്രാക്ടർ കൊണ്ട് പഞ്ച് വന്നത് വലിച്ച് കയറ്റുന്നുണ്ട്. ആ പോറ്റെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അങ്ങോട്ട് അതാ ഇത് ചുമട്ടേരാണ്, ചുമടെടുക്കുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് വരണം മോനെ മുതലാളി ചങ്ക ചക്ക ചക്ക എന്നൊരു സാധനം. ചാളയാണെന്നാണ് പറയുന്നത്. ചാളയാണോ അയിലാണോ മത്തിയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കുമ്പോൾ ചാളല്ല, പലതരം മിക്സുള്ള ഐറ്റംസാണ് അത്. വെള്ളത്തേക്ക് വല്ലാണ്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങനെ കരക്കെന്നിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ദയവായി ക്ഷമിക്കുക. എന്തായാലും മീൻ എന്താന്നൊക്കെ നമുക്ക് കാണാം. നമ്മളെ ഷാവുക്കാണ് മീൻ കോരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ മാന്തൾ വിളിക്കണം, മാന്തളാണ് വിളിക്കുന്നത് കേട്ടോ. ഇന്നലെ മാന്തളിൽ ചാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാകരയില്ല, പക്ഷെ ഇന്ന് ആ പ്രതീക്ഷ ഇല്ല, ചാകര ഇല്ല. മീൻ കുറവാണ്. എന്നാലും മീനുണ്ട്, പക്ഷെ ചാകര എന്നുള്ള ലെവലിലേക്കുള്ള മീനില്ല. അതാണ് സത്യം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു കവറിൽ കുറച്ച് മീൻ മേടിക്കാൻ പോയിട്ടുണ്ട്. അത് എനിക്കുള്ള മീനാണ് മേടിക്കുന്നത്. നമുക്ക് കുറച്ച് മീൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കുള്ള മീനാണ് അദ്ദേഹം മേടിച്ച് കൊണ്ടുവന്നത്. കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം മീൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആഗ്രഹമുണ്ട്, മീൻ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ മീൻ തരാതിരിക്കൊന്നുമില്ല. അങ്ങനെ കോരിട്ട് തീരാണ്ട് എന്തെന്നാ പറയാ, ആ നിലയ്ക്ക് ഇവിടെ നമ്മളെ സാവക്ക കോരിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പുറത്ത് നോക്കുമ്പോൾ അതാ ഒരു വഞ്ചി വരുന്നുണ്ട്, ഒരു ചെറുവഞ്ചി വരുന്നുണ്ട്. എന്തായാലും എന്തിനൊക്കെ ഉണ്ടാകുന്ന നോക്കി നോക്കാം, നമുക്ക് സംഭവം ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. ആ പോറ്റെ കരക്കൽക്ക് അടുക്കട്ടെ. എന്തോ എടുക്കുന്നുണ്ടോ മുപ്പര്? അത് ഉറപ്പന്നെ മോനെ, അത് ഉറപ്പന്നെ മക്കളെ. യെസ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മാന്തൾ കിട്ടിയിട്ടുണ്ട്, മാന്തളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ പണിയിൽ മാന്തളും ഉണ്ട്. മാന്തളിൻ്റെ ചാകര തന്നെയാണ് നമ്മളിവിടെ വന്നത്, പക്ഷെ മാന്തളിൻ്റെ ചാകരല്ല. കാരണം അത്ര കാര്യമായിട്ടുള്ള പണി ഇല്ല എന്നുണ്ടെങ്കിലും പണിയുണ്ട്. ചാകര എന്ന് പറയാനുള്ള പണിയില്ല. സുലൈമാനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. കടലിൻ്റെ മക്കളെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പണി തന്നെയാണ്. കാരണം കടലിനോട് മല്ലിട്ടിട്ടാണ് അവർ ഈ അധ്വാനിക്കുന്നത്. അതവർ വഞ്ചി ഇറക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വഞ്ചി ഇറക്കാൻ കയറ്റുക അത്യാവശ്യം പണി ഇറക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചില വഞ്ചികൾ കയറ്റുന്നു, ചില വഞ്ചികൾ ഇറക്കുന്നു, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതുകൊണ്ടുണ്ട് അടുത്ത മീൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ രസമാണ്. മീൻ കൊണ്ടുവരുന്നത്, അതുപോലെ മീൻ
ഓരോരുത്തർ മേടിക്കണത് വിൽക്കണത് ഒരു പ്രത്യേക ഒരു വൈബാണത്. മാന്തളുടെ ചാകരല്ല, പക്ഷെ മാന്തളുണ്ട് അത്യാവശ്യം. അപ്പോൾ ഒരു വഞ്ചി വേറെ ഇറക്കാൻ വേണ്ടി പോകണം. അതാണ് പറഞ്ഞത്, ഇത് ചാവക്കാട് എടക്കഴിയൂർ എന്ന് പറഞ്ഞ കടപ്പുറത്താണ്. ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ചെറുവഞ്ചികളും വലിയ വഞ്ചികളും. വലിയ വഞ്ചികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിങ്കികളാണ് ഇങ്ങനെ അടുപ്പിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മത്സ്യ വിപണന കേന്ദ്രം കൂടിയിട്ടാണ്. മത്സ്യം പിടിക്കലും വിൽക്കലും. കടലിൻ്റെ മക്കൾക്ക് പണി ഉണ്ടെച്ചെങ്കിൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അത് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. സമയം പോണത് തീരെ അറിയില്ല. അതല്ലക്കാണ് അവിടുത്തെ കാര്യങ്ങൾ. കാരണം മീനുകളെ കാണുമ്പോൾ അവരുടെ പണികളൊക്കെ കാണുമ്പോൾ എന്തായാലും വേണ്ടില്ല നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം നമ്മളെ മീൻ അവിടെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് തരാമെന്നുള്ള മീൻ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ആ മീൻ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ നേരത്തെ മീൻ വാങ്ങിയത് പുറത്താരുമല്ല, നമ്മളെ ചെറിയ അളിയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മീനും മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വെളിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ, സീ യു.